കോഴിക്കോട് നഗരത്തിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് എന്ന് മൊഴി നൽകി 17-കാരി. പ്രണയം നടിച്ച് അസം സ്വദേശിയായ യുവാവ് കോഴിക്കോട് എത്തിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. അസം സ്വദേശിയായ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട അസം സ്വദേശിയായ യുവാവാണ് 3 മാസം മുൻപ് പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ചത്. 15,000 രൂപ മാസശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി തരാമെന്നായിരുന്നു വാഗ്ദാനം നൽകിയത്. കോഴിക്കോട് നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള കെട്ടിടത്തിലായിരുന്നു പെൺകുട്ടിയെ താമസിപ്പിച്ചത്. സ്ഥിരമായി യുവാവ് മുറി പൂട്ടിയിട്ടാണ് പുറത്തു പോവുക. ഒരാഴ്ച മുൻപ് പ്രതി മുറി തുറന്ന് ഫോണിൽ സംസാരിച്ച് ടെറസിലേക്ക് നടന്നുപോയ സമയത്താണ് പെൺകുട്ടി രക്ഷപ്പെട്ടത്. രക്ഷപ്പെടുന്നതിന്റെ തലേ ദിവസം വയറുവേദനയെ തുടർന്ന് പെൺകുട്ടിയെ ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഓട്ടോറിക്ഷയിൽ പോകുന്നതിനിടെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട ഉടൻ ഓട്ടോറിക്ഷയിൽ കയറി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. സ്റ്റേഷനിലെത്തിയ പെൺകുട്ടി വിവരം പോലീസിൽ അറിയിക്കുകയും പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് CWC കൗൺസിലിംഗ് നൽകി പരിശോധന പൂർത്തിയാക്കിയ ശേഷം പെൺകുട്ടിയെ വെള്ളിമാടുകുന്നിലെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടയിൽ പെൺകുട്ടിയെ തിരിച്ച് ആസാമിലേക്ക് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് മാതാവിന്റെ ബന്ധുവാണെന്നറിയിച്ചുകൊണ്ട് CWC അധികൃതരുടെ മുൻപിലേക്ക് പ്രതി എത്തുകയായിരുന്നു. ആധാർ കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വ്യാജ ആധാർ കാർഡാണ് നൽകിയത്. ഇതിൽ 20 വയസ്സെന്നായിരുന്നു രേഖപ്പെടുത്തിയത്. സംശയം തോന്നിയ അധികൃതർ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെ ഇത് പെൺകുട്ടിയെ കൊണ്ടുവന്ന യുവാവ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമായി. കുട്ടികളെ താമസിപ്പിച്ച കെട്ടിടം ഏതെന്ന് തിരിച്ചറിയാനും ഒളിവിൽ പോയ യുവാവിനെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ്. അതേസമയം തന്നെ പോലെ 5 പെൺകുട്ടികൾ മുറിയിലുണ്ടായിരുന്നുവെന്നും ഒരു ദിവസം 3-4 പേർ മുറിയിലെത്താറുണ്ടെന്നും ഞായറാഴ്ചകളിൽ 7 പേരിലധികം ആളുകളെ യുവാവ് പ്രവേശിപ്പിക്കാറുണ്ടെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.